മരണം വരുമൊരു നാളോർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കരയുന്നവർ തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കുകയാണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ പ്രകീർത്തിക്കും. മഹിമയുടെ ദിനവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരു വലഭാഗേ ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ റൂഹായി പ്രഥനാമിന്നിൽ കനിയേ
ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ആമേൻ. ഉന്നത ദൃഢനാം നിശിഹാനാഥ വ്രതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നതനാം മിശിഹാനാഥ വ്രതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ഡലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നതനാം മിശിഹാനാഥ വ്രതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്തിമിടാത്തോരവികലബോധം നുകരാൻ മൃതരെ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നതനാം മിശിഹാനാഥ വ്രതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിരതിന് നാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ, ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ നമുക്ക് രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. നിന്നെ ഞാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിരതിന് നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥന്റെയുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറുകളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകണേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോക സൃഷ്ടിക്കു മുൻപു തന്നെയുള്ളവൻ ദൃശ്യാദൃശ്യങ്ങൾ
സകലം തീർത്തോനേ നാഥ സകലേശ നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടെ മേൽ കൃപ നീ ചിന്തണമേ. ആദിമുതൽ അന്ത്യം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയന്നേ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു, സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥാ കനിവോടെ തൃക്കൺ പാർക്കണമേ. കണ്ണുനീരുകൊണ്ടെന്റെ കിടക്ക ഞാൻ നനച്ചു, നാഥാ പാപിനിയാം മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോൾ ഹൃദയം തരളിതമായി സഹതാപാകുലമായി പൊറുതിയവൾ കരുളി. കർത്താവേ കാരുണ്യം വർഷിക്കണമേ, പശ്ചാത്താപത്താ ഒഴുകും നിൻ കണ്ണീർ കണ്ടു കനിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും ചിരമെന്നിൽ ചൊരിയണമഖിലേശ. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വച്ചു, തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനത്തിൽ. സ്തുതിതൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുമവന്നേകി. വലിയ
പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക നാം. ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ദൈവം തുണയാകാതൊന്നും കഴിവില്ല. നാഥാ, ദുർബലരാം ഞങ്ങൾക്കവശതകൾ തീർക്കണമനുനിമിഷം. നിനക്കു ഞാൻ അഭിവാദനമർപ്പിക്കുന്നു. സ്വസ്തി ദാവീദിൻ പുത്രീ മാലാഖ മറിയത്തോടരുളി. കന്യാമാതാവേ, സിഹിയോൻ പുത്രീ നിൻ ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ. നിറയും മോദമോടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. ലോക സൃഷ്ടിക്കു മുൻപു തന്നെയുള്ളവൻ, ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനേ. നാഥാ സകലേശ, നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടെ മേൽ കൃപ നീ ചിന്തണമേ. ആദിമുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം അറിയുന്നു. ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയന്നേ. തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു. സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു. നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവിൽ ഞാൻ ആശ്രയിച്ചു. കർത്താവിൽ
നീ നൽകണമേ വൃദ്ധനായസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ സോടിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുധരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. വാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികരുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയവാന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരവരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ോരവിനലമോദം നുകരാൻ മൃതരെ മഹിമാവഴുതും മണവരയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നതല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവൻ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ അടയാളത്തോട് ദൈവദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മനുഷ്യർ രക്ഷയിലാക്കപ്പെടുന്നു ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരി അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നോനേ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ? പൂർണ്ണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ കൃപയും വലുതെന്നറിവോ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കാമെങ്കിൽ നരകണമാകെ നശിക്കും നൂനം. നാഥാ, നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ച് എൻ്റെ മേൽ നീ കൈകൾ വച്ചു, ആദിയിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥാ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരിയെ ബലിപീഠത്തിൽ കൂടുചമയ്ക്കും. പ്രാവു കണക്കെ തിരുസഭ നിൽപ്പോ, കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ, ആഴികടക്കും വർത്തകരെ പോൽ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ബിട്ടോയ്ക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദിവ്യബലിക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് സിസ്റ്റർ ബിട്ടോയുടെ ബന്ധുവായ
ചേത്തോട് ബെന്നിറ്റേഴ്സ് സ്വഭാവമായ ഫാദർ ഫ്രാൻസിസ് ആണ്. അച്ഛനോടൊപ്പം സഹകാർമ്മികരായി ബലിയർപ്പിക്കുന്നത് കപ്പാട് ബെന്നിറ്റേഴ്സ് സ്വഭാവങ്ങളായ ഫാദർ ജിജേഷ്, ഫാദർ ലിവിൻസ്, കപ്പാട് CMI യൂണിവേഴ്സിറ്റി ഹൗസിലെ അസിസ്റ്റന്റ് ഓഫീസ് മാസ്റ്റർ ഫാദർ അലക്സ് ആണ്. ദിവ്യബലിമധ്യേ ഫാദർ ജിജേഷ് നമുക്ക് വചന സന്ദേശം നൽകും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലെ കൂഞ്ഞാർ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പാണിയപ്പുരയ്ക്കൽ പിതാവായിരിക്കും. നമുക്ക് ഈ ദിവ്യബലി അർപ്പണത്തിനായി ഏറ്റവും ഭക്തിയോടുകൂടി ഒരുങ്ങാം. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. വേർപാട് എന്നും വേദനാജനകമാണ്. പക്ഷേ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യാശയുടെ, സ്നേഹത്തിന്റെ വേർപാടാണ്. ദൈവപിതാവുമായി ഒന്നു ചേരാനുള്ള സമയം. സിസ്റ്റർ ബ്രിട്ടോ മേരിയെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ശ്ലീഹായുടെ മേലുദ്ധരിച്ച വചനം ഇവിടെ അന്വർത്ഥകമാകുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മണിമല ഹോളി മജ ഇടവകയിൽ ചെങ്ങാലിക്കുടിയിൽ ഔസേഫ് വർഗീസിന്റെയും ത്രേസ്യാമയുടെയും 6 മക്കളിൽ 5ാമത്തെ മകളായി സിസ്റ്റർ ബ്രിട്ടോ പൂജാരിയായി. 1940 ഓഗസ്റ്റ് 16-ാം തീയതി മാമോദീസായിലൂടെ മറിയാമ്മ എന്ന നാമം സ്വീകരിച്ചു. കരിക്കാട്ടൂർ ഗവൺമെന്റ് LPSൽ നിന്ന് പ്രൈമറി വിദ്യാഭ്യാസവും മണിമല സെന്റ് ജോൺ HSൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ മറിയാമ്മ തന്റെ കലാവാസനയായ തയ്യലിൽ ട്രെയിനിങ് നേടി. തന്റെ ദിവ്യനാഥനുമായി ഒന്നായി ചേരാനുള്ള അതിതീവ്രമായ ആഗ്രഹത്താൽ തനിക്ക് വന്ന വിവാഹാലോചന പോലും നിരസിച്ചുകൊണ്ട് 1962 ജൂൺ 20-ാം തീയതി മറിയാമ്മ അമലോത്ഭവ മാതാവിന്റെ അസീസി സഹോദരികളുടെ സഭയിലേക്ക് സന്യാസിയായി ചേർത്തലയിൽ വന്നു ചേർന്നു. കോട്ടഗിരിയിൽ നൊവിഷ്യത്ത് പൂർത്തിയാക്കി 1964 മെയ് 5-ാം തീയതി പ്രഥമ വ്രതവാഗ്ദാനവും 1972 നവംബർ 12-ാം തീയതി നിത്യവ്രതവാഗ്ദാനവും നടത്തി ദിവ്യനാഥന് തന്നെ സമ്പൂർണ്ണ സമർപ്പണം നടത്തുകയും ചെയ്തു. സിസ്റ്റർ ബ്രിട്ടോ 1964 മുതൽ 1996 വരെ ചേർത്തല ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ തയ്യൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചു.
അതോടൊപ്പം തന്നെ സിസ്റ്റർ ബ്രിട്ടോ സംഗീതത്തിലും സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വളരെയധികം തൽപരതയും കഴിവും പ്രകടിപ്പിച്ചിരുന്നു. സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യാരൂപിയോട് സിസ്റ്റർ ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി ഞങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വ്യക്തികളെയും മാതൃസഹിതമായ മനോഭാവത്തോടെ വീക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ സഭാസ്ഥാപകനായ അച്ഛനോടുള്ള അഗാധമായ സ്നേഹം സിസ്റ്ററിന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിന്നിരുന്നു. അച്ഛന്റെ സാന്നിധ്യം സിസ്റ്ററിന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിരുന്നതായി സമൂഹാംഗങ്ങളായ ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിൽ വിളങ്ങിയിരുന്ന പക്ഷി മൃഗാദികളോടുള്ള സ്നേഹവും പരിഗണനയും സിസ്റ്ററിന്റെ ജീവിതത്തിലും എടുത്തു പറയേണ്ട സവിശേഷതകളിൽ ഒന്നാണ്. തികച്ചും പ്രകൃതി സ്നേഹിയായിരുന്ന സിസ്റ്റർ കൈ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റിയിരുന്നു. രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്നതിനും അത് എല്ലാവർക്കും നൽകുന്നതിനും സന്തോഷം കണ്ടെത്തിയിരുന്നു. തയ്യൽ ടീച്ചറായി ജോലി ചെയ്തിരുന്ന സമയത്തും അവധിക്കാലങ്ങളിൽ വിശ്രമത്തിനായി പിതാക്കന്മാർ കോട്ടഗിരിയിൽ എത്തുമ്പോൾ സിസ്റ്റർ ബ്രിട്ടോ അവർക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോവുക പതിവായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വിശ്വസ്തതയും കൃത്യതയും പുലർത്തിയിരുന്ന സിസ്റ്റർ പാവങ്ങളോട് എന്നും കാരുണ്യം കാണിച്ചിരുന്നു. അസിസി കോൺവെന്റ് ചേർത്തല, SH കോൺവെന്റ് ചേർത്തല, സെന്റ് തോമസ് കോൺവെന്റ് ചാലി, അവസാനമായി 2007 മുതൽ 15 വർഷത്തോളം കാളകെട്ടി പയസ്റ്റന്റ് കോൺവെന്റിൽ തന്റെ സന്യാസ ജീവിതം സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിച്ച് തന്റെ ദിവ്യനാഥന്റെ പക്കലേക്ക് യാത്രയായി. അവസാന നിമിഷം വരെ ഓടി നടന്ന് തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച സിസ്റ്ററിന് ഇന്നലെ ഉച്ചയ്ക്ക് 1:15 ആയപ്പോഴേക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ സിസ്റ്റർ ജെറാൻ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് സിസ്റ്റർ പറയുകയും ഉണ്ടായി. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഡോക്ടേഴ്സ് അടിയന്തര ശുശ്രൂഷ നൽകുന്നതിനിടയിൽ തന്റെ ദിവ്യനാഥന്റെ സ്വരം ശ്രവിച്ച സിസ്റ്റർ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കിരീടം സ്വന്തമാക്കുവാനായി യാത്രയായി. 2 തിമോത്തി 4:7-8 ഇപ്രകാരം നാം വായിക്കുന്നു: ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. തന്റെ ജീവിതയാനം പൂർത്തിയാക്കി ദിവ്യനാഥന്റെ സവിധത്തിലേക്ക് യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സിസ്റ്റർ ബ്രിട്ടോ മേരിക്ക് വേണ്ടി ഈ ദിവ്യബലിയിൽ ഭക്ത്യാദരങ്ങളോടെ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നൽകിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാവുക. എന്നാൽ പറ്റുന്ന വിധത്തിലൊക്കെ ശുശ്രൂഷകൾ ചെയ്ത് ജീവിതത്തോട് ചേർന്ന് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ വ്യക്തിയാണ്. തീർച്ചയായിട്ടും മനുഷ്യനെന്ന നിലയിൽ കുറവുകൾ, ബലഹീനതകൾ എല്ലാം ഉണ്ട്. അതിനൊക്കെ പരിഹാരം ചെയ്യുവാനായിട്ട് ഇനി നമുക്കാണ് സാധിക്കുക. ഈ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിച്ച് ഏറ്റവും ഭക്തിയോടെ ഈ ദിവ്യബലിയിൽ നമുക്ക് സംബന്ധിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. ഒരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും ഭക്തിയിലു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു
സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ പാപശാന്തിയും പരമാനന്ദവും പ്രദാനം ചെയ്യണമേ. വിശ്വാസം പാലിച്ചുകൊണ്ട് തന്റെ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ സഹോദരിയെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമേ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ഭഗ്നാശനാവുകയില്ല. പരിശുദ്ധമായ ചിന്തകളോടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങന്റെ ദൈവവും രക്ഷകനുമാകുന്നു. ഞാനിപ്പോഴും അങ്ങയിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞുപോയ കാലങ്ങളിലെല്ലാം ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. എന്റെ ചെറുപ്പകാലത്തെ പാപങ്ങൾ മറന്ന് കാരുണ്യപൂർവ്വം എന്നെ കടാക്ഷിക്കണമേ. കർത്താവേ, എന്നെ കടാക്ഷിച്ചനുഗ്രഹിക്കണമേ. ഞാൻ ഏകാകിയും നിസ്സഹായനുമാകുന്നു. പീഡകളിൽ നിന്ന് എനിക്ക് മോചനം നൽകി എന്റെ ഹൃദയവേദനകൾ നീക്കണമേ. എന്റെ അധ്വാനവും ക്ലേശവും ഓർത്ത് എന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധമായ ചിന്തകളോടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോട് നിൽക്കുന്ന സഭയെ ഞാൻ അങ്ങനെ സ്തുതിക്കുകയും അവപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് സ്ഥലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിസ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വർത്തിക്കുന്ന പരിശുദ്ധനും സുന്ദരകരപരമാനും മൃദുലമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരെപ്പോഴും ഞങ്ങളെ കടക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സന്നോലക്ഷ്യം ഞങ്ങളിൽ ഫലമണിയുന്നത് നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നത് അങ്ങയുടെ കാര്യം തലങ്ങേൽക്കാൻ ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം ഇരിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നിൻ കൃപയാൽ എന്നെ കരുണ നിതാന്തം രക്ഷിക്കണമേ. എന്നോട് തെറ്റുകൾ അറിയുന്നു ഞാൻ, തിന്മകളധികം കാണുന്നു ഞാൻ. അപരാധങ്ങൾ കഴുകണമേ, ശുദ്ധി എനിക്ക് പകർന്നിടണമേ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. അവർ പോകുന്ന വഴി അവർ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്തായ എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്താ മർത്താ, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വൈദികരെ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റർ ബ്രിട്ടോയുടെ ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ സിസ്റ്റർ ബ്രിട്ടോയുടെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധ ഭവനത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ്.
ഇവിടെ നമ്മൾ വന്നപ്പോൾ ഈ ദേവാലയത്തിൽ ഈ മധുബഹായിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങളെല്ലാവരും വായിച്ചു കാണും. നിത്യജീവനിലേക്ക് ഇന്ന് മരണത്തിലൂടെ പ്രവേശിക്കുകയാണ് എന്ന്. ഇവിടെ സിസ്റ്റർ ഒരു നിത്യജീവിതത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, വ്രതവാഗ്ദാനം നടത്തിയപ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന്. അപ്രകാരം തന്നെയാണ് മരണം എന്ന യാഥാർത്ഥ്യത്തിലൂടെ ഓരോ വ്യക്തിയും ഒരു പുതിയ ജീവിതത്തിലേക്ക് ജനിക്കുകയാണ്, പ്രവേശിക്കുകയാണ്. മരിച്ചാൽ ഉറപ്പായും ജനിച്ചാൽ ഉറപ്പായും മരിക്കണം എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാൻ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ജനിച്ചാൽ നമ്മൾ ജീവിക്കണം. ഈ ലോകത്തില് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായതിനു ശേഷം കാലഘട്ടങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിക്കുന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകും. പലപ്പോഴും മരണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ സമർപ്പിച്ച് ഈ ലോകത്തു നിന്ന് യാത്രയാകുമ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് ഇന്ന് സിസ്റ്റർ ബ്രിട്ടോ പ്രവേശിച്ചിരിക്കുകയാണ്. കാരണം സമർപ്പിത ജീവിതത്തിലൂടെ മരണം വരെ എന്ന വാക്കുകൊണ്ട് മാത്രം ഒരു പക്ഷേ നമ്മൾ സന്യാസ വ്രതങ്ങൾ സ്വീകരിക്കുമ്പോൾ അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും മരണം വരെ എന്ന് നമ്മൾ ഹൃദയത്തിലും പരിശുദ്ധ സക്രാരിയുടെ മുമ്പിലും മധുബഹായുടെ മുമ്പിലും നമ്മൾ യേശുവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ ഈ ജീവിതത്തിൽ നിന്ന് പരലോകത്തിലേക്ക് പോകുമ്പോഴേക്ക് ലഭിക്കുന്ന നീതിയുടെ കവാടത്തിലൂടെ പരിശുദ്ധമായ ആ വെള്ള വസ്ത്രം ധരിച്ച്, നീതിയുടെ വസ്ത്രം ധരിച്ച് മരണം എന്ന യാഥാർത്ഥ്യത്തിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ തിരുവചനവും അതിന് ഒത്തിരിയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. മർത്തായെ പോലെ ഈ ലോകത്തിൻ്റെതായ വ്യഗ്രതകളിൽ നിന്ന് മാറി നിന്ന് നേരെ മറിച്ച് യേശുവിന്റെ പാദാന്തികത്തിൽ നിന്ന് തിരുവചനം ശ്രവിച്ച് വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് തന്റെ ജീവിതത്തിലൂടെ സ്നേഹത്തിലൂടെ സ്നേഹമായി നമ്മളിലേക്ക് എഴുന്നള്ളി വന്ന ഈശോയുടെ ആ സ്നേഹത്തിന്റെ കളികൾ ജീവിതത്തിലൂടെ പങ്കുവെച്ച് ഇന്ന് സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയാകുകയാണ്. എത്ര മഹനീയമായ ജീവിതം! നമ്മളെല്ലാവരും ഇത് തന്നെയാണ് കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. നിത്യജീവിതത്തിന് ഈശോയെ പ്രാപിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. നമുക്ക് ഒത്തിരിയേറെ നല്ല നല്ല മാതൃകകൾ നൽകിയാണ് സിസ്റ്റർ യാത്രയാകുന്നത്. സിസ്റ്ററിന്റെ ഓർമ്മകൾ എന്നും അത് തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ ഈ ജീവിതത്തിന് വ്രതങ്ങളെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ വ്രതങ്ങളിലൂടെ പൂർണ്ണമായ അർപ്പണബോധത്തിലൂടെയും നമ്മൾ ജീവിക്കണം. അതിനുശേഷം യേശുവിൽ എത്തിച്ചേരണം. എത്ര മഹനീയമായ ഒരു മരണമായിരുന്നു! ഇന്നലെ രാവിലെ വരെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പൂർണ്ണ ബോധത്തോടെ യേശുവിനെ സ്വീകരിച്ച് ആ ബോധ്യത്തിൽ നിന്ന് യേശുവിലേക്ക് പോയ ഒരു നല്ല വ്യക്തി. ഇതിൽ കൂടുതൽ സൗഭാഗ്യം എന്താണ് ഈ ലോകത്തിൽ സിസ്റ്ററിന് ലഭിക്കാനുള്ളത്? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ യേശുവിനെ അനുഭവിക്കുന്ന, യേശുവിനെ ഈ ലോകത്തിന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളോടെല്ലാം സിസ്റ്റർ പറയുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന ആ യേശുവിലേക്ക് സമാധാനത്തോടെ എത്തിച്ചേരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും വേണമെന്ന് പറയുകയാണ് സിസ്റ്ററിന്റെ ജീവിതത്തിലൂടെ. അതുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈശോയെ അവിടുത്തെ ഹിതമനുസരിച്ച് ഒരു നല്ല വ്യക്തിയായിട്ട് യേശുവിനെ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന, തൻ്റെ സ്നേഹം കൊണ്ട് വിളമ്പി കൊടുക്കുന്ന ഒരു നല്ല സന്യാസിയും അതുപോലെ തന്നെ
ഓരോ വ്യക്തികളുമായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ സിസ്റ്ററിനോടൊപ്പം പ്രാർത്ഥിക്കാം. നമ്മളെ എല്ലാവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവും മറ്റു കൂതാശകളാൽ വിശദീകൃതവുമായ ഈ ആദ്യാത്മാവിനെ നിത്യാനന്ദത്തിന് അർഹമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ തിരുശരീരരക്തങ്ങളാൽ പരിപുഷ്ടമായ ഈ ആത്മാവിന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകബന്ധങ്ങളെല്ലാം പരിത്യജിച്ച് പ്രാർത്ഥനയിലൂടെയും വ്രതബദ്ധമായ ജീവിതത്തിലൂടെയും അങ്ങയെ അനുഗമിച്ചാൽ അങ്ങയുടെ പേദാസീസുരട്ടവരുടെ ആത്മാവിനെ അനന്തമായ സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ നിത്യസഹചാരിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വയം പരിത്യജിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് അങ്ങയെ അനുഗമിക്കുകയും സന്യാസ ജീവിതത്തിന്റെ കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്ത ഇയാളിന് നിത്യാശ്വാസം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബുദ്ധിമതികളായ കന്യകമാരെ പോലെയും വിശുദ്ധരായ ഭക്തനെ പോലെയും അങ്ങയുടെ വരവ് കാത്തിരുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മനോഹരയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭാരമേറിയ ചുമതലകളുടെ നിർവഹണത്തിൽ ഇയാൾക്ക് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അത്ഭുതകരമായ ഉദ്ധാനം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ മിശിഹായെ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന സഭാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മരണം വഴി ഞങ്ങളിൽ നിന്ന് വിരഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കാരുണ്യപൂർവ്വം നിരക്കൻ പ്രാർത്ഥനമേ. വിചാരത്തിലും വചനത്താലും പ്രവൃത്തിയാലും ഇയാൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നീതിമാന്മാരോടുകൂടി ഇയാളെ നിത്യമഹത്വമണിയിക്കണമേ. ലോകത്തിൽ ഇയാളെ ഓർത്തുലഭിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത്തു കേട്ടിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും അർഹരാക്കുകയും ചെയ്യണമേ. സർവദ്രവസ്നേഹവുമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞവരം കൈനീട്ടണമേ. ദൃശ്യവും ദൃശ്യവുമായ സകല വിത്തുകളിൽ നിന്നതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ രോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. മറിയത്തിന്റെയും നിധിമാനായ മാറിയോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേനാമേനെന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസിഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകളഞ്ചോടെ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. നമ്മുടെ
വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രൻ അവിടുന്ന് സത്യവും സത്യവുമായി എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കുവേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി. സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീമാനത്തിൽപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എടുക്കപ്പെടുകയുമായി മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ സത്യാത്മാവും ജീവനാഥവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സത്യവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിൽ ലോകമോചനസായും ശരീരത്തിലും നിത്യായുസ്സിൽ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നീ ശക്തയാക്കട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ പിടിപൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വനാഥനായ ദൈവം തന്റെ വിശുദ്ധരായിരിക്കാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർദ്ധിച്ച സമർത്ഥമായ ഞങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പക്ഷിത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കിയ ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനത്തോടുകൂടെ അങ്ങയുടെ മഹത്വമായ എല്ലാ അധികങ്ങൾ സ്മൃതിയും എല്ലാ നാവുകളും നിലത്തിലെയും എല്ലാ സൃഷ്ടികളും പകർച്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ട് നാം ലോകത്തെയും അതിനുള്ള സകലത്തെയും എന്നോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവർക്ക് പ്രകാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി ആരാധിക്കുന്നു. അഗ്നിമയമായ രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ രൂപികളുമായി കുറവന്മാരും സ്ഥാപന്മാരും ചേർന്നു നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. യുദ്ധസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ദയാവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവരവരുടെ മഹിമകളാൽ. ഉന്നത വേദിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി. വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസൻ അവിടുത്തെ നാമത്തിൽ വിരമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു.
താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവരും അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചും ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി നിങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അതിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനം അങ്ങയുടെ സ്ഥിരതയിൽ പുതിയമായി വർദ്ധിച്ച നീതിമാന്മാർ വിശുദ്ധമായ ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാം ഭരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ നിങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ ജനത്തോടുകൂടിയുമായി എന്നോട് വർദ്ധിക്കണമേ. എന്റെ പാപങ്ങൾക്ക് തെറ്റുകൾക്കും തക്കവിധമെന്ന് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാൻ വിവരം കടങ്ങളുടെ ബോധിക്കും പാപമോചനത്തിനും യോഗ്യനാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഈ ബലിപീഠത്തിന്മേലെ ഭക്ഷിക്കുന്ന ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദരണത്തെ ദൈവമാറിയതിന്റെയും അങ്ങയുടെ പ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ ദാസന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ വന്ദനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായേ അങ്ങ് ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും
വിശുദ്ധാത്മജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ഥിരന്മാർ, രക്തസാക്ഷികൾ, മഹന്മാർ, വേദപാരങ്കരന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, സംസാരമാർ എന്നിവർക്കും വിശുദ്ധമാമതീസാണ് സജീവവും ജീവനായകവുമായ മുദ്രിതനും പരിശുദ്ധ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിക്കുന്നുവെല്ലാം മനുഷ്യരും അണിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസനും അമ്മ നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചവരുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ സന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാമരക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും വൈഭക്തിജനകവും പരിശുദ്ധവും ദിവ്യവും ദൈവികവുമായ രഹസ്യത്തെ സംഭവത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിലദാസരുടെ കൃപാനിലവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ഓർമ്മയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പെടുന്ന വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയാപവുമായ ഈ രക്ഷാപ്രതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലം രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായകവുമായുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും പ്രകൃതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യോഗ്യനാകുന്നു, ഞങ്ങൾ യോഗ്യനാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായി രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അതിരങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. സദാമായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ ഞങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനം നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളുടെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയുടെ പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകുന്നു. അത് സൈന്യങ്ങളെ തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. തോടുവാൻ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോടുകൂടെ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കണേ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനും നീതിമാനുമായ കർത്താവേ, മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തെ ഇടപെടുന്ന നിർണയമേ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യണതാവേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. മർത്യരായ നിങ്ങളെ കാരുണ്യ
അനുഗ്രഹപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മകനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യരുടെ പ്രത്യാശയായ മിശിഹായ അവർക്ക് ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ നാളത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. ആബേലോഹയും അബ്രാഹും യോബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലീ ബലിയും കൃപയോടു തൃക്കൻ പാർക്കണമേ. സ്നേഹന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാദാകനിയണമീ ബലിയിൽ. കർത്താവേ, നിന്ദാസിക്കായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിതു തൃക്കൻ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസിയെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിച്ചും മഹിമയെഴുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയൊടിവളിൽ കനിയണമേ. സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയോടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലെ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവാണ്. സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ് നിത്യതയിലേക്ക് കിടക്കുന്ന സിസ്റ്റർ ബ്രിട്ടോ മേരിയുടെ വ്രതസംസ്കാര ശുശ്രൂഷകളിൽ പ്രാർത്ഥനാപൂർവം നാം എല്ലാവരും പങ്കുചേരുകയാണ്. വളരെ അർപ്പണബോധമുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്ത് അത് വിശുദ്ധിയിലും വിവേകത്തിലും പൂർത്തിയാക്കിയ ശേഷമാണ് സിസ്റ്റർ ബ്രിട്ടോയുടെ നിത്യതയിലേക്കുള്ള യാത്ര എന്ന് ഈ അമ്മയെ അടുത്ത് പരിചയമുള്ളവരും അമ്മയുടെ ശുശ്രൂഷകൾ നേരിട്ട് കണ്ടിട്ടുള്ളവരും ശുശ്രൂഷകളുടെ ഫലം സ്വീകരിച്ചിട്ടുള്ളവരും അമ്മയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ളവരും സാക്ഷ്യപ്പെടുത്താറുണ്ടല്ലോ. അതേക്കുറിച്ച് ഈ സഹോദരി അംഗമായിരിക്കുന്ന സന്യാസിനി സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും എല്ലാം അഭിമാനിക്കാനായിട്ട് സാധിക്കും. അധ്യാപക വൃത്തിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് അമ്മയുടേത്.
കാളകെട്ടി ബ്ലൈൻഡ് സ്കൂളിൽ ദീർഘകാലം ശുശ്രൂഷ ചെയ്ത ബ്രിട്ടോ മേരി അമ്മയെ എനിക്ക് വ്യക്തിപരമായി പരിചയം ഉള്ളതാണ്. 1999 മുതൽ എൻ്റെ ശുശ്രൂഷ മേഖലകളിലെല്ലാം അന്നു മുതൽ ഇന്നുവരെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്ന ഒരു സന്യാസിനി ഭവനമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സിൻ്റെ കാളകെട്ടിയിലുള്ള അന്ധവിദ്യാലയം. എത്രമാത്രം നമുക്ക് സഹജീവികളിലൂടെ ദൈവത്തെ ശുശ്രൂഷിക്കാൻ കഴിയും എന്ന് ഇത്തരം ശുശ്രൂഷകളിലൂടെ നിങ്ങൾ തെളിയിക്കുകയാണല്ലോ. അന്ധരായിട്ടുള്ളവർക്കും ബധിരരായവർക്കും മൂവർക്കുമെല്ലാം അവർക്ക് കാഴ്ചയായി, കേൾവിയായി, വാക്കുകളായി മനുഷ്യാവതാരം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതിൽ ദൈവത്തിന് മഹത്വം നൽകുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വടവാതൂർ സെയിന്റ് തോമസ് അപ്പസ്തോലിക് സെമിനറിയുടെ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുത്ത് അവിടുത്തെ പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ഉപരിപഠനം ക്രിസ്തുശാസ്ത്രത്തിൽ നടത്തിയപ്പോൾ ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും എന്ത്, ദൈവിക രഹസ്യങ്ങൾ എന്ത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അത്രേ. നീണ്ട 37 വർഷക്കാലം സെമിനേരിയിൽ അധ്യാപകനായിരുന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും എന്ത് എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാനോ പഠിപ്പിക്കാനോ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്നാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പാവങ്ങളിടയിൽ ശുശ്രൂഷ ചെയ്യാനായി തുടങ്ങിയപ്പോൾ എന്താണ് ഈശോയുടെ മനുഷ്യത്വം, എന്താണ് ഈശോയുടെ ദൈവത്വം എന്നെനിക്ക് കൂടുതലായി മനസ്സിലായി തുടങ്ങി എന്നത്. ശരിക്കും ദൈവികമായ ഒരു ശുശ്രൂഷയിലാണ് നമ്മൾ മനുഷ്യരെ ശുശ്രൂഷിക്കുമ്പോൾ ഏർപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണും കാതും മധുരങ്ങളുമൊക്കെയായി ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്യാനുള്ള ഒരു പ്രത്യേക ദൗത്യം, ഒരു വിളി സന്യാസ ജീവിതത്തിലൂടെ, വൈദിക ജീവിതത്തിലൂടെയൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് സമർപ്പണ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് കഴിയട്ടെ. വളരെ അർത്ഥപൂർണമായ വാക്കുകളാണ് ഈ ബലിപീഠത്തെങ്കിൽ നിങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. മരിക്കുക എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള ഒരു ജനനമാണ്. ആ വാക്കുകളെ അടിസ്ഥാനമാക്കി തന്നെ നാം ചിന്തിക്കുമ്പോൾ ഒരു ദുഃഖം എന്നതിനേക്കാൾ ഒരു ഹൃദയത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു. ഒരു നഷ്ടം എന്നതിനേക്കാൾ നേട്ടമായതെന്തോ ഈ പ്രിയപ്പെട്ട സന്യാസിനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, മരണമോ ജീവനോ ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് ഞാൻ ഞെരുങ്ങുകയാണ്. എങ്കിലും മരിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠമായിരിക്കുന്നത്. ഇങ്ങനെയുള്ള നല്ല കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു മരണം ഈ സഹോദരി സിസ്റ്റർ ബ്രിട്ടോ മേരി വരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ഈ സന്യാസിനിയുടെ സേവനങ്ങൾ എല്ലാം സഭയുടെ പേരിൽ ഞാൻ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. ജീവിതകാലത്തും മരണശേഷവും ഈ സഹോദരിയോട് വളരെ സ്നേഹപൂർവമായ ഇടപെടലുകളും ആദരവുകളും പ്രകടിപ്പിക്കുന്ന സന്യാസിനി സമൂഹത്തെ, അംഗമായിരിക്കുന്ന സന്യാസിനി സമൂഹത്തെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. നല്ലവനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു,
അതെത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം അങ്ങയുടെ തിരുമുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കർത്താവേ, അല്ലാതെ ആരെനിക്ക് ആശ്രയം? തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എനിക്കുള്ള ശിക്ഷയെല്ലാം ഇടച്ചു തരണമേ. പാപത്തിനുള്ള ശിക്ഷയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയുടെ കർത്താവേ, കരയുന്നവർ അങ്ങയെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്നെ അണിയിക്കുമാറാകട്ടെ. വാഗ്ദാനം ചെയ്യപ്പെടുകയും ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ മൂലമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പുരാശികളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അഭിവാദനം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന എന്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രങ്ങളെ, ഞാൻ എന്റെ ഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കാം. സ്വർഗത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകളോട് കൂട്ടിച്ചേർത്ത് കനിരപ്പിള്ളി രൂപതാധ്യക്ഷൻ ഇവന്യ ജോസ് പുളിക്കൽ പിതാവ് എന്നോട് പ്രത്യേകം അഭ്യർത്ഥിച്ച പ്രകാരം രാവിലെ കളകെട്ടി മഠത്തിൽ ഓഫീസിൽ പ്രാർത്ഥിച്ചുവെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന സമൂഹത്തോട് കുടുംബാംഗങ്ങളെല്ലാം കനിരപ്പള്ളി രൂപതയ്ക്ക് ഉള്ള ഇവന്യ പിതാവിനുള്ള അനുശോചനം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ സിസ്റ്റർ ബ്രിട്ടോയുടെ മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി
വിശ്വാസത്തോടെ ഈ ലോകത്ത് പോയിരിക്കണം. നമ്മുടെ ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. നിശ്ചയിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശുദ്ധിയോടുകൂടിയാണെയും തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ.
പ്രിയപ്പെട്ട സഹോദരി, ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ദൈവത്തിന്റെ മാലാഖമാർ അങ്ങേ അനുഗമിച്ചുകൊണ്ടും മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മകൻ എന്നറിയിച്ച ദൈവം വിശ്വസിച്ച് അങ്ങേ എഴുത്തിന്റെ വലുഭാഗത്തുമാറാകട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ത്യാഗപൂർണമായ സന്യാസ ജീവിതത്തിനും ദൈവം പ്രതിഫലം നൽകുമാറാകട്ടെ. ബാലികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന കാര്യവാനായ കർത്താവേ, മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മാലാഖമാരോട് സ്വർഗ്ഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇതിന്റെ വനത്തിന്റെ നാഥനും പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സ്ഥിരമഹിമാവിൽ വിന്നി വിളങ്ങും മുഖമുഴുവൻ നിറവിട്ടെഴുന്നേൽക്കും മനുഷ്യനു ഭാഗ്യം. വഴിക നിനക്കായി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുവാതിന് നിന്നിൽ കേൾക്കും മനുജരു ഭാഗ്യം. കർത്താവേ, എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭ്യമാകുന്നു. മനുഷ്യരെ ഏൽപ്പിക്കുന്നവരെ അങ്ങയുടെ തിരുനാം മനുഷ്യരെ അങ്ങ് പൊടിയിലേക്ക് പിന്തിരിക്കുകയും നിങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ മനുഷ്യരുടെ ജീവിതം പോലെ കടന്നു പോകുന്നു. പരിശുദ്ധാത്മാവിൻ സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം ബോധിച്ചിടേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശം മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുദ്ധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ബ്രിട്ടോമേരിക്ക് മഹനീയമായ ഉയർപ്പും അനിശ്ചിതമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അങ്ങയുടെ ദാസ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഇവിടെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച ഈ സഹോദരിയെ ബഹുമാനിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും
അങ്ങയുടെ പ്രസാദവരം വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നന്ദിയുടെ ഒരു വാക്ക്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ഞങ്ങളുടെ സിസ്റ്റർ ജനറൽ ആൻഡ് കൗൺസിലേഴ്സ്, കൗൺസിൽസ് ആൻഡ് കൗൺസിലേഴ്സ്, വിഭാവയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതെ, നമ്മളോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നത് ഹൃദയശുദ്ധിയുടെ ഒന്നാമത്തെ ഉദാഹരണമാണ്. പരിശുദ്ധമായ ഒരു ഹൃദയത്തോടു കൂടി ആയിരുന്നു എന്നതിന് തെളിവായിരുന്നു സിസ്റ്ററിന്റെ അവസാന നിമിഷങ്ങളിലെ ആ യാത്ര. സിസ്റ്ററിനോട് കൂടെ 15 വർഷം കണവത്തി കമ്മ്യൂണിറ്റിയെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. അവസാന ശ്വാസം എടുക്കുമ്പോഴും സിസ്റ്ററിനോടൊത്ത് ഉണ്ടാകുവാനും കർത്താവ് അനുഗ്രഹം തന്നു. ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ അവസാന ശ്വാസം എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയായിരുന്നു. ബഹുമാനപ്പെട്ട വാണിയപ്പുരയ്ക്കൽ പിതാവ് കാവലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കോൺവെന്റിന്റെ അടുത്തെത്തുമ്പോഴാണ് വിളിച്ചു പറയുന്നത്, ഞാൻ അവരോട് പാസ് ചെയ്യുന്നുണ്ട്, കോൺവെന്റിലേക്ക് വരികയാണെന്ന്. അങ്ങനെ പെട്ടെന്ന് യാതൊരു ഔപചാരികതയും ഇല്ലാതെ ഓടി വന്ന് ഞങ്ങളോടൊത്തായിരുന്നു. കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് സ്കൂളിലും കുട്ടികളെയെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി പോകും. ആ ദിവസങ്ങളിലൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, എന്തൊരു എളിമയുള്ള പിതാവ് വരുന്നത് എനിക്ക് വലിയ സന്തോഷമാണെന്ന്. അതെ, ഈ സ്വർഗീയ യാത്രയിൽ വിട്ടോമയെ സ്വർഗത്തിലേക്ക് അനുഗ്രഹീതമായ യാത്ര അയക്കുവാനായി ഈ അവസാന നിമിഷത്തിലും പിതാവിനെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ഈ അസീസി കുടുംബത്തിന്റെ, ഏസമായി കുടുംബത്തിന്റെ നന്ദി പിതാവിനോട് ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ ജോസ് പുളിക്കൽ പിതാവ് ഈ രാവിലെ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും വിട്ടോമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പല പ്രാവശ്യം ഞങ്ങളുടെ ഭവനത്തിൽ വരാറുണ്ട്. പിതാവ് ഞങ്ങളോടൊത്തായിരിക്കാറുണ്ട്. ഞാൻ വിട്ടോമയെ മരിച്ച വിവരം അറിയിച്ചപ്പോൾ തന്നെ എനിക്ക് വേറെ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പിതാവ് വന്ന് കുറച്ച് സമയം അവിടെ ആയിരുന്നിട്ട് പോയി. പിതാവ് അവസാനത്തെ സമയം പറയുകയുണ്ടായി, കാഞ്ഞിരപ്പള്ളിയിലൂടെ ഞങ്ങളുടെ ഏസമായി കുടുംബത്തോടുള്ള എല്ലാവിധ വിട്ടോമയുടെ നിര്യാണത്തിലുള്ള എല്ലാവിധ അനുശോചനവും അറിയിക്കുന്നുണ്ട്. അതെ, ജോസ് പുളിക്കൽ പിതാവിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവക വികാരിയച്ഛൻ ഇന്ന് വിശുദ്ധബലി അർപ്പിച്ച് കാവലത്തിൽ വെച്ച് പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ ബെനഡിക്റ്റൈൻ ആശ്രമത്തെയും സിനിമയ ആശ്രമത്തിലെയൊക്കെ വൈദികരെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് വികാരി ചന്ദ്രവച്ചന്മാര് വന്ന് പ്രാർത്ഥിച്ചു. ഇന്നേ ദിവസം അവസാനത്തെ കർമ്മത്തിനും ഉള്ളവറ്റാച്ചനായിരുന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ഭവനത്തിലേക്ക് നേപ്പാളിലേക്ക് പിള്ളോമയെ അയച്ചത്. ഇതിനെല്ലാം ഞങ്ങൾ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റർ ജനറൽ ആൻഡ് കൗൺസിലേഴ്സ്, സിസ്റ്റർ ജനറലാണെങ്കിൽ മിക്കവാറും ഞങ്ങളുടെ ഭവനത്തെ കാര്യം പിള്ളോമയോടും ഞങ്ങളോട് എല്ലാവരോടും സ്നേഹം പങ്കിട്ട് ഈ അടുത്ത നാട്ടിലാണ് പോകുന്നത്. സിസ്റ്റർ ജനറലിന്റെ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാവരുടെ കരുതലിനും സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ കൗൺസിലേഴ്സിനും. ഞങ്ങളുടെ സിസ്റ്റർ മരിച്ചുവെന്ന് അറിഞ്ഞ നിമിഷം തന്നെ അവിടെ വരികയും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. സ്നേഹത്തിനും കരുതലിനും ഒരുപാട് നന്ദി. എല്ലാ കൗൺസിലേഴ്സിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. തങ്ങാലിപ്പുഴി കുടുംബാംഗങ്ങൾ, പണിമലയിലുള്ള കുട്ടോസിന്റെ കുടുംബാംഗങ്ങൾ, നിങ്ങൾക്ക് സ്നേഹമുള്ള ഒരു മകളായി, ഒരു അമ്മയായി, ഒരു സഹോദരിയായി, ഒരു ആന്റിയായി ഒക്കെ വർദ്ധിച്ച ആളാണ് ബ്രിട്ടോ സിസ്റ്റർ. ഇനി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന സിസ്റ്റർ പ്രാർത്ഥിച്ചു കൊള്ളും. കൂടുതൽ അനുഗ്രഹങ്ങൾ കുടുംബത്തിന് ലഭിക്കും. അതുപോലെ തന്നെ ഇന്ന് വിശുദ്ധ ബലിയിൽ
വൈദികൻ അമ്മയ അസുഖമൊക്കെ ഞങ്ങളെപ്പോഴും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നല്ല ബന്ധത്തിൽ കഴിയുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കപ്പാടുള്ളത്. അപ്പം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ഇന്ന് ഇവിടെ ഏറെ ത്യാഗത്തോടുകൂടി ഇവിടെ എത്തുകയും വിശുദ്ധ ബലി അർപ്പിച്ച് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നീർപ്പാറ കമ്മ്യൂണിറ്റി, ഈ സമൂഹം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാവിധ നന്മകളെയും ഞങ്ങൾ ഓർക്കുന്നു. രഞ്ജീസിനും ഈ സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഈ പ്രസാദഗിരി വികാരിയച്ഛനും ഇവിടെ വന്ന ക്രിസ്തോമിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ പൂച്ചക്കാട്ടച്ഛൻ മുഴുവൻ സമയവും ഇവിടെ ഞങ്ങളോടൊത്തായിരുന്നു. ഞങ്ങളുടെ പൂച്ചക്കാട്ടച്ഛനും ഏറ്റവും അധികം സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വൈദികർക്കും പിതാവിനോട് തോന്നിയിരിക്കുന്ന പ്രകടനം, അതുപോലെ തന്നെ എല്ലാ സഹോദരന്മാർക്കും നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ സമൂഹത്തെ ഒരിക്കലും അതായത് ക്രിസ്തോമയുടെ അസുഖമാണെന്ന് അറിഞ്ഞ സമയം മുതൽ സ്വന്തം എന്നതുപോലെ എല്ലാത്തിലും ഒരുമയോടുകൂടി പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും ക്രിസ്തോമയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാനാകുന്ന എന്തെല്ലാമാണെന്ന് ഓരോരുത്തരും ഓരോ കാര്യം പറയേണ്ട ആവശ്യമില്ല. അവരെല്ലാം അത് ഏറ്റെടുത്ത് ചെയ്ത് ഏറ്റവും ഇന്നത്തെ കർമ്മങ്ങൾ ഏറ്റവും വിശുദ്ധവും അനുഗ്രഹീതവുമാക്കി ഞങ്ങളുടെ കാലഘട്ടീയ സമൂഹത്തോടുള്ള ഏറ്റവും എല്ലാ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ജോജി കാലഘട്ടത്തിലുള്ളവരാണ് ഇവരോടുള്ള നന്ദിയും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. ക്രിസ്തുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിൽ വെക്കുന്നതുമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും താല്പര്യത്തോടു കൂടി ചെയ്തത് അവരാണ്. അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ക്രിസ്തോമിക്ക് വേണ്ടി തുടർന്നും നമ്മുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ.